കുടുംബാംഗങ്ങളെ, ഞാൻ കാണുന്ന പരിചിതമായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്നതും ഈ നാടിനെ സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരെ, ആദ്യം തന്നെ KKയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആ മരണ സമയത്ത് ഞാൻ കോയമ്പത്തൂരായിരുന്നു 2 ദിവസം. അതുകൊണ്ടാണ് എനിക്ക് ആ മരണ സമയത്ത് എത്താതെ പറ്റാതിരുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ കർമ്മങ്ങൾക്കുൾപ്പെടെ നിൽക്കുമായിരുന്നു. എന്തുമാകട്ടെ, KK പടിഞ്ഞാറപ്പുറം, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ റേഡിയോ മീഡിയ വില്ലേജിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു KK പടിഞ്ഞാറപ്പുറം. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ റേഡിയോയിൽ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, എപ്പോൾ കാണുമ്പോഴും വളരെ പ്രത്യാശ നൽകുന്ന ഒരു വ്യക്തിത്വം. തൻ്റെ എഴുത്തിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും തൻ്റെ പ്രവൃത്തികളിലൂടെയും അദ്ദേഹം ഈ സമൂഹത്തിൽ പ്രത്യാശ കൊടുത്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത. അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യാശ കിട്ടുകയാണ്. അവസാന നാളിൽ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ മേല എന്ന് പറയുമ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ മുഖത്ത് വിടരുന്ന പ്രത്യാശ, അത് വളരെയധികം കേൾക്കുന്നവർക്കും ഒരു ഉണർവ് നൽകുന്ന ഒരു കാര്യമായി തീരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ ONV കുറിപ്പ് എഴുതിയ വാടക വീട്ടിലെ വനജോത്സന എന്നുള്ള ഒരു കവിതയാണ് KKയെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ആ കവിതയില് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അധ്യാപകൻ, ഏകനാണ്. അദ്ദേഹം ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്, ആരുമില്ല. അങ്ങനെയായി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കാട്ടുമുല്ല, വനജോത്സന കാട്ടുമുല്ല, അത് നട്ടുപിടിപ്പിക്കുകയാണ്. പിടിപ്പിച്ച് അതിന് ചുറ്റും വേലി കെട്ടി എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് സംരക്ഷിച്ച് വളമൊക്കെ ഇട്ട് അതിനോടായിരുന്നു അദ്ദേഹം സംവദിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം അതിനെ സ്നേഹിച്ചു. ആ കമ്പിൽ നിന്നും വിരിയുന്ന മുളയ്ക്കുന്ന മുളകളും അതുപോലെ തന്നെ ഇലകളും അവസാനം അങ്ങനെ മുട്ട വന്ന് പൂക്കളാകുന്ന ഒരവസ്ഥയിൽ വാടക വീടിന്റെ ഉടമസ്ഥൻ വാടക വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുകയാണ്. അതാണ് ആ കവിതയുടെ യഥാർത്ഥ സംഭവം. അപ്പൊ അങ്ങനെ വാടക വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വേദനയോട് ഈ മുല്ല, നോർത്തെ ഇത്രയും സംരക്ഷിച്ച മുല്ല, അത് പൂക്കളൊക്കെ ആയി ഇവിടെ നിന്നപ്പോൾ അതൊന്ന് ആസ്വദിക്കുവാനോ അതിനെ അവിടെ ആയിരിക്കുവാനോ സാധിക്കാത്ത വണ്ണം വേഗം വാടക വീട് ഒഴിഞ്ഞു പോകണം. അപ്പോൾ അദ്ദേഹം ആ മുല്ലയുടെ അടുത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ വേദനകളാണ് പങ്കുവെക്കുന്നത്. മാപ്പ് നൽകൂ പ്രിയവന ജോത്സനെ, മാപ്പ് നൽകുമോ സ്നേഹിച്ച തെറ്റിനായി, കൂടുമാറുന്ന പക്ഷി പോൽ വാടക വീടൊഴിഞ്ഞെന്ന് പോവുകയാണു ഞാൻ. അതായത് അദ്ദേഹം ചെയ്ത തെറ്റ് സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പക്ഷികൾ കൂടുമാറുന്നത് പോലെ ഈ കൂട് മാറിപ്പോകുന്ന ഒരവസ്ഥ, വീട് മാറിപ്പോകുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നത് മരണം അത് തന്നെയാണ്. വാടക വീട് ഒഴിഞ്ഞു പോകുന്നതാണ് മരണം. ലോകത്തിൽ നാം എന്തെല്ലാം ഉണ്ടാക്കിയാലും എന്തെല്ലാം സ്വന്തമാണെങ്കിലും ഇത് വെറും വാടക വീടാണ്. നമ്മൾ താമസിക്കുന്ന വീട് പോലും വാടക വീടാണ്. ലോകം തന്നെ വാടക വീടാണ്. ഇവിടുന്ന് ഒഴിഞ്ഞു പോയേ നമുക്ക് പറ്റൂ. ആർക്കും ഇതൊന്നും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ സ്നേഹിച്ച ഒരു തെറ്റ്, അദ്ദേഹം ആ മുല്ലയെ സ്നേഹിച്ച ഒരു തെറ്റ്, അത് വന്നു നിൽക്കവേ മിണ്ടാവനാവുന്നിൽ അന്തരശ്രുക്കൾ വാക്കുകളാകുമോ, അക്ഷരങ്ങളായി പൊട്ടിവരിയാത്ത ദുഃഖബീജങ്ങൾ എത്ര ഉണ്ടെന്നിൽ. എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാര്യം, വേദനിക്കലും വേദനിപ്പിക്കലും
വേണമേ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. അതാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളത്. സ്നേഹമെന്ന് പറയുന്നത് വേദനിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തില് ഈ ഒരു സ്നേഹം അത് നമ്മൾ പങ്കുവെക്കപ്പെട്ടാൽ പല രീതിയിൽ അത് പങ്കുവെക്കപ്പെടും. പടിഞ്ഞാറപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ രചനയിലൂടെ ആ സ്നേഹം പങ്കുവെച്ചു. താൻ കണ്ടുമുട്ടിയ വ്യക്തികളിലൂടെ എവിടെയെല്ലാം പൊതുപരിപാടി ഉണ്ടോ അവിടെയെല്ലാം വളരെ ശാന്തനായി അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കാണും. അവിടെയൊക്കെ എല്ലാവരുമായി ഇടപെട്ട, അത് ഏത് മതമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഏത് സമുദായമാകട്ടെ എന്നൊന്നുമല്ല, എല്ലായിടത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, റേഡിയോ മീഡിയ വില്ലേജ് ഒരു പൊതുപരിപാടിക്ക് വിളിക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന ഒരു പേരാണ് KK പടിഞ്ഞാറപ്പുറത്തെ വിളിക്കണം. അതൊക്കെ എന്തുകൊണ്ടാണ്? ആ സ്നേഹത്തിന്റെ വേദനയാണ്. അതായത് വേദനിപ്പിക്കുന്ന ഒരു സ്നേഹം, വേദനിക്കുന്ന ഒരു സ്നേഹം അത് തന്ന് കടന്നു പോയത് കൊണ്ടാണ് KKയെ ഓർക്കുവാൻ ഈ ഒരു സമൂഹം ഇവിടെ ഇന്ന് ആയിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. ചങ്ങനാശ്ശേരിയുടെ ഒരു മുഖം ഇവിടെ ഉണ്ട്. അത് നമ്മള് ഇതുപോലെയുള്ള പല പരിപാടികളിലും പോകുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോ ഒരു പരിപാടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിളി വന്നു, ഇവിടെ പരിപാടി തുടങ്ങാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ പടിഞ്ഞാറപ്പുറമായതോടെ ഞാൻ ഓടി എത്തിയത് എന്താണ്? ആ ഉള്ളിലുള്ള ആ സ്നേഹത്തിന്റെ കനലാണ്. അദ്ദേഹം നൽകിയ ആ സ്നേഹത്തിന്റെ ഇതാണ്. എനിക്ക് ചെല്ലണം എന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ഈ സമൂഹത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പ്രത്യാശയുടെ കിരണങ്ങൾ, അത് നമ്മുടെ സാന്നിധ്യം കൊണ്ടാകാം, നമ്മുടെ രചനകളിലൂടെയാകാം, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെയാകാം. മറ്റുള്ളവരെയൊക്കെ നിരാശപ്പെടുത്താതെ മറ്റുള്ളവരെയൊക്കെ ഒന്നിച്ചു നിർത്തുന്ന ഒരു പ്രത്യാശയുടെ നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ സാധിച്ചാൽ അതായിരിക്കും നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന വലിയ സമ്പത്ത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഈ സമൂഹത്തിന്റെ സ്നേഹം, അദ്ദേഹത്തെ ഈ നാടിന്റെ സ്നേഹം, അതാണ് നിങ്ങൾ കാട്ടുക. ഈ നാടിന്റെ സ്നേഹം, പറാൻ പോലെയുള്ള ഒരു ചെറിയ ഗ്രാമം, അവിടെ യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട ഗ്രാമം കാരുണ്യ പ്രവൃത്തിയിൽ എത്രമാത്രം മുന്നിൽ നിന്നു എന്നുള്ളത് ഒരു അനുഭവസ്ഥനാണ് ഞാൻ. ഇവിടെ നടന്ന പരിപാടികൾ, പാവങ്ങൾക്ക് വേണ്ടിയുള്ള പിരിവുകൾ, അവിടെയൊക്കെ ഈ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 500 രൂപയുമായി ബക്കറ്റിലിടുവാൻ നിൽക്കുന്ന അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ കണ്ട് മനസ്സ് എന്താണ് ശാന്തമായി ആയ ചില നിമിഷങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഈ സുന്ദരമായ നാട്ടിൽ നിന്നും നല്ലൊരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാം അദ്ദേഹത്തെ എന്നും ഓർത്തിരിക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ തെരഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ശാന്തി ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.